പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്നല്ലേ, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്കും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? എയർപോഡിനെ പറ്റി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എയർപോഡ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല. കാരണം വയർഡ് ഹെഡ്സെറ്റുകൾ യൂസ് ചെയ്ത് മടുത്തവരാണ് നമ്മൾ. കുരുക്കഴിച്ചും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഭ്രാന്ത് പിടിച്ചവരാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എയർപോഡ് പോലെയുള്ള ഡിവൈസുകളുടെ കാലഘട്ടമാണ്. അപ്പം ഒരു എയർപോഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്കത് നേടാനുള്ളൊരു അവസരമാണ്, അത് ഫ്രീ ആയി നേടാനുള്ളൊരു അവസരമാണ് ഞാനിപ്പം ഈ വീഡിയോയിലൂടെ ഒരുക്കുന്നത്. അപ്പം എന്നെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്തവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായിരിക്കും ഇത് കൊടുക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കായിരിക്കും ഈ എയർപോഡ് കൊടുക്കുക. രണ്ടാമതൊരു ഗിഫ്റ്റ് കൂടിയുണ്ട്. ഒരു അടിപൊളി വാച്ചാണ് രണ്ടാമത് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് കിട്ടുക. അപ്പം എങ്ങനെ ഇത് നേടാം, എന്തൊക്കെയാണ് ഇതിൻ്റെ നിബന്ധനകൾ എന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ മുഴുവനായി കാണുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വയർഡ് ഹെഡ്സെറ്റിൻ്റെ ഏറ്റവും വലിയ പോരായ്മകളിലൊന്നാണ് എപ്പോഴും ഇത് കുരുങ്ങിയൊക്കെ ഇരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ട് മടക്കിയൊക്കെ ആയിരിക്കും വെക്കുന്നത്. മടക്കി വെച്ച ശേഷം നമ്മൾ അടുത്ത യൂസിന് എടുക്കുമ്പോൾ ഇത് മൊത്തം കുരുക്കൊക്കെ വീണ് കിടക്കുന്നതാണ്. അത് മൂത്തെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പെട്ടെന്നായിരിക്കും ഇത് ഡാമേജ് ആവുക. ഒന്നിൽ ഏതെങ്കിലും ഒരു ഇയറിലെ പീസ് കേൾക്കത്തില്ലായിരിക്കും, സ്പീക്കർ കേൾക്കത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പിന്ന് 3.5 mm ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എല്ലാവരും ആൾക്കാരും. അപ്പം അതിൻ്റെ പിന്നിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്, ചിലപ്പം എന്തെങ്കിലും ഒരു ആംഗിളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഹെഡ്സെറ്റ് കേൾക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരെണ്ണം കേൾക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഏറ്റവും കൂടുതലും വയർഡ് ഹെഡ്സെറ്റിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം നിന്നൊക്കെ ഒരു ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എയർപോഡ് എന്ന് പറയുന്നത്. എയർപോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വയർലെസ് ആണ്. വയർലെസ് തന്നെയല്ല, അത് ബ്ലൂടൂത്ത്. ഈ ഒരു എയർപോഡ് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് 5.0 ആണ്. പിന്നുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡുമായിട്ടും ഐഫോണുമായിട്ടും കണക്ട് ചെയ്യാൻ സാധിക്കും. സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നല്ല ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എവിടെ വേണേലും കൊണ്ട് നടക്കാം, പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാവുന്ന അത്രയും ചെറിയൊരു ഡിവൈസാണിത്. പിന്നെ ഇയർ കംഫർട്ടായിരിക്കും. ചെവിയിൽ നിന്ന് അങ്ങനെ ഊരി തെറിച്ച് പോകുന്ന ഒരു ഐറ്റം അല്ല. ഈ ഒരു ഗിവ് അവേ എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. സെക്കൻഡ് വൺ, ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി പേജ് ലൈക്ക് ചെയ്യുക, ശേഷം എനിക്കൊരു മെസ്സേജ് ഇടുക. തേർഡ് വൺ, ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഇത്രയൊക്കെയാണ് നിബന്ധനകൾ. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ വലിയ ഇതായിട്ടൊന്നും നമ്മൾ വലിയ കടുകട്ടി നിബന്ധനകളൊന്നും വെക്കുന്നില്ല. സിമ്പിൾ ഡിമാൻഡ്സ് മാത്രമേ ഉള്ളൂ. 2 മാസമാണ് ടൈം. ഈ 2 മാസത്തിനകം നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. 2 പേർക്കായിരിക്കും പ്രൈസ് കിട്ടുക. ഫസ്റ്റ് പ്രൈസ് എയർപോഡ്, സെക്കൻഡ് പ്രൈസ് വാച്ച്. ഈ ഒരു ഗിവ്വേയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ഫേസ്ബുക്ക് പേജിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഗിവ് അവേ, നിങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് മാക്സിമം അച്ചീവ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.